പ്രൈസ് ഗോഡ്. വെൽക്കം ടു ഹോളി സ്പിരിറ്റ്. വേണ്ടി വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ. ഇന്ന് പ്രഭാതത്തിൽ ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും ഇത് കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ഏറ്റവും ധന്യവും ശുഭവും മനോഹരവും ആയിത്തീരട്ടെ. ഇന്നത്തെ ചിന്തക്കായിട്ട് യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. ഹല്ലേലൂയ. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രന്മാരാക്കുകയും ചെയ്യും. യോഹന്നാൻ്റെ സുവിശേഷൻ്റെ 8-ന്റെ 36 ഞാൻ കൂട്ടി വായിക്കുന്നു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രന്മാർ ആകും. ആമേൻ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിൻ്റെ വചനം വീണ്ടും നമ്മോട് പറയുന്നു, നിങ്ങൾ പുത്രൻ നിമിത്തം നിങ്ങൾ സ്വതന്ത്രന്മാർ ആയിരിക്കുന്നു എന്ന്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നൊരു കാര്യമുണ്ട്. സങ്കീർത്തനം 34:7 പറഞ്ഞു, യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയമിറങ്ങി അവരെ വിടുവിക്കുന്നു. ആമേൻ. പഴയ നിയമത്തിൽ യഹോവയുടെ ദൂതൻ ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അന്വേഷിക്കുന്ന ദൈവമക്കളുടെ ചുറ്റിലും പാളയമിറങ്ങി വിടിവിക്കുന്നു. എന്തിനാ കർത്താവ് നമ്മളെ വിടിവിച്ചു? കർത്താവ് നമ്മളെ ഇന്ന് സ്വതന്ത്രന്മാരാക്കിയിരിക്കുന്നു. ഈ വചനങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തുതിയും മഹത്വവും കരകയറ്റേണ്ടവർ നമ്മളാണ്. നമ്മളോരോ വിടുതലും ദൈവത്തിന് മഹത്വമാണ്. ഹല്ലേലൂയ. നമ്മൾ ഈ ദിവസങ്ങളൊക്കെ ചിന്തിച്ചു. ഹല്ലേലൂയ. ഇൻഡിപെൻഡൻസ് ഡേയുമായിട്ട് നമ്മൾ ഒത്തിരി വചനം നമ്മൾ ചിന്തിക്കുവാനായിട്ടിടയായി. ഹല്ലേലൂയ. ഗലാത്യർ നമ്മൾ ചിന്തിച്ചു. ഹല്ലേലൂയ. അതുപോലെ ഇന്നലെ നമ്മൾ ചിന്തിച്ചൊരായ ഒരു വാക്യമാണ് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ ചിന്തിച്ചു. കർത്താവിൻ്റെ ആത്മാവാകുന്നു, കർത്താവിൻ്റെ ആത്മാവുള്ളോടത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്നൊക്കെ. റിയൽ ഇന്ന് സ്വാതന്ത്ര്യം എന്നത് വെറും വാക്ക് മാത്രമല്ല. ഹല്ലേലൂയ. ഒരു തിരിച്ചറിവ് വന്ന്, ഒരു തിരിച്ചറിവിലോട്ട് വരുമ്പോൾ മാത്രമേ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. പക്ഷേ നമുക്കറിയാം, ഇന്ന് ആത്മീയ ലോകത്തിൽ പോലും കർത്താവിനെ അറിഞ്ഞ ദൈവ പൈതൽ പോലും അല്ല ദൈവമക്കൾ പോലും ഒരു തിരിച്ചറിവ് വരാതെ അവരുടെ ജീവിതം, ക്രിസ്തുവിൽ അനുഗ്രഹിക്കപ്പെടേണ്ട ജീവിതം, ആ അനുഗ്രഹത്തിലോട്ട് പ്രവേശിക്കാൻ പോലും കഴിയാതെ പലരും ഈ ലോകത്തു നിന്നും മാറ്റപ്പെടുന്നൊരവസ്ഥ. ഇത് കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ ഞാൻ നിങ്ങളോട് ആത്മാവിൽ വിളിച്ചു പറയുന്നു, നിങ്ങൾ കർത്താവിൽ സ്വതന്ത്രരാകുക. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. ഹല്ലേലൂയ. ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, കർത്താവ് മാത്രമേ നിനക്ക് തുണയായിട്ടുള്ളൂ. നിൻ്റെ ഏത് പ്രതിസന്ധികളിലും, നിൻ്റെ ഏത് ആപത്ത് ഘട്ടങ്ങളിലും നിന്നെ വിടിവിക്കുവാൻ നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൂതൻ ഇറങ്ങി വരും, എന്നാൽ പുതിയ നിയമത്തിൽ കർത്താവ് നേരിട്ട് ഇറങ്ങി വന്ന് വിടിവിക്കും. ആമേൻ. നിങ്ങളതിനെ വിശ്വസിക്കുക. നിങ്ങളായിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സ്വാതന്ത്ര്യം മറ്റുള്ളവർക്കും കൊടുക്കുവാൻ, അവരെയും ഈ ഫ്രീഡത്തിലോട്ട് കൊണ്ടുവരുവാൻ ഇന്ന് കേൾക്കുമ്പോൾ ഈ വചനങ്ങളാൽ നിങ്ങൾ പൂർണ്ണമായി സ്വതന്ത്രരാക്കപ്പെടുവാൻ തക്കവണ്ണം കർത്താവ് നിങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ നിങ്ങളെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.